കാര്യത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നിധിയും സുധീഷും കൂടെ കോടതിയിലോട്ട് പോയതാണ്. അങ്ങനെ കോടതിയിൽ എത്തിയതിന് ശേഷം നിധി പറയുന്നുണ്ട്, സുധീഷ് എനിക്ക് ദാഹിക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം വാങ്ങിക്കൊണ്ടുവരുമോ ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയും, ഞാൻ വാങ്ങിയിട്ട് വരാം, നിധി ഇവിടെ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിധിയെ അവിടെ നിർത്തി സുധീഷ് പോവുകയാണ്. ആ സമയത്താണ് ഇവരുടെ കല്യാണം നടത്തിയിരുന്ന പോലീസ് അവരെ കാണുന്നത്. അങ്ങനെ പോലീസ് സുധീഷിൻ്റെ അടുത്തോട്ടേക്ക് ചെല്ലും. എന്നിട്ട് സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇപ്പോൾ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സുധീഷ് പറയും, സാറിനോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞങ്ങൾ ഡിവോഴ്സിന് കൊടുത്തു എന്ന്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയുകയാണ്. അങ്ങനെ സുധീഷിനോട് പോലീസ് ചോദിക്കുകയാണ്, എന്താ ഇപ്പോൾ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിക്കുന്നത്, നിനക്ക് അതിന് താല്പര്യമുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുകയാണ്. ആ സമയത്ത് സുധീഷ് പറയും, എനിക്ക് താല്പര്യമില്ല, പക്ഷേ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇപ്പോൾ ഡിവോഴ്സ് വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് കുറച്ച് ദൂരെ നിധി നിൽക്കുന്നുണ്ടാകും. അങ്ങനെ പോലീസ് പറയും, നീ മിടുക്കനാണ്, നീ കല്യാണം നടത്തിയത് വളരെയധികം നിനക്ക് മിടുക്കുണ്ട് എന്ന് പറയണം. അങ്ങനെ അവർ സംസാരിക്കുന്നത് നിധി ഇങ്ങനെ മാറി നിന്ന് കേൾക്കുകയാണ്. സുധീഷ്, നീ കല്യാണം നടത്തിയല്ലോ എന്ന് പറയണം. ആ സമയത്ത് സുധീഷ് പറയാണ്, എനിക്ക് മാത്രമായിരുന്നു അവളെ ഇഷ്ടം, പക്ഷേ അവൾക്ക് എന്നെ ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ഞാൻ സാറുമാരോട് ഞങ്ങൾ രണ്ടുപേരും സ്നേഹിച്ച് വീട്ടിൽ നിന്നും ഒളിച്ചോടി വന്നതാണെന്ന് വെറുതെ അന്ന് പറഞ്ഞതാണെന്ന് പറയണം. ഇത് കേൾക്കുന്ന നിധി ആകപ്പാടെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇത് കേട്ട് നിൽക്കുകയാണ്. പിന്നീട് സുധീഷ് പറയുന്നുണ്ട്, അവൾക്ക് വീട്ടുകാർ വേറെ കല്യാണം ആലോചിച്ചു, അപ്പോൾ ആ സമയത്ത് അവൾക്ക് ജോലിക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹെൽപ്പ് ചോദിച്ചു. അങ്ങനെ ഞാൻ അവളുമായി വീട്ടിൽ നിന്നും പോന്നു. സമയത്ത് എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. ആ സമയത്താണ് അവളുടെ വീട്ടുകാർ ഞങ്ങളുടെ കൂടെ വന്നതും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്നതും. അങ്ങനെ വന്ന സമയത്ത് ഞാൻ വെറുതെ സാർമാരോട് പറഞ്ഞതാണ് ഞങ്ങൾ പ്രേമിച്ച് ഓടി വന്നതാണെന്ന്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിധി നിൽക്കുകയാണ്. ഇങ്ങനെ പോലീസുകാരൻ പറയുന്നുണ്ട്, നീ വലിയ മിടുക്കൻ തന്നെ എന്ന് പറയുകയാണ്. നിധി അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നടന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് പോലീസുകാരൻ പറയുന്നുണ്ട്, അവർ സ്നേഹിച്ച് കല്യാണം കഴിക്കാൻ വന്നതല്ലേ എന്നൊക്കെ പറയുകയാണ് നിധിയുടെ അച്ഛനോട്. ആ കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ്. ആ സമയത്ത് സുധീഷ് പറയുന്നുണ്ട്, നീ അത് സമ്മതിച്ചേക്കുക എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചുകൊണ്ട് നിധി കരയുകയാണ്. പോലീസുകാരൻ പറയുകയാണ്, നല്ല പെർഫോമൻസ് ആയിരുന്നല്ലോ അന്ന് നീ കാഴ്ചവെച്ചത്, ഞങ്ങൾ രണ്ടുപേരും വീട്ടുകാരെ അറിയാതെ കല്യാണം കഴിക്കാൻ വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട്. ഞങ്ങളാണെങ്കിൽ അതന്ന് വിശ്വസിച്ചും ചെയ്തു. ഈ സ്റ്റേഷനിലേക്ക് വരുന്നതിന് മുന്നേ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല അവളെ കല്യാണം ഇത്രയും പെട്ടെന്ന് കഴിക്കണം എന്ന്. പക്ഷേ കല്യാണം കഴിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഇത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കുമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ അവിടെ വെച്ച് എനിക്കൊരു അവസരം കിട്ടിയതല്ലേ, അപ്പോൾ ഞാനതങ്ങ് മുതലാക്കി. ഇന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് ഞങ്ങൾ കയറിയിട്ടില്ലെങ്കിൽ നിധിയുടെ ജോലിയുമായി പോകും, ഞാൻ എൻ്റെ കാര്യങ്ങളുമായിട്ട് പോകുമായിരുന്നു എന്ന് പറയാണ്. അന്ന് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഡിവോഴ്സ് വേണ്ടെന്ന്. അപ്പോൾ പോലീസുകാരൻ പറയാണ്, ഞാനുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ കല്യാണം നടന്നത്, അന്ന് ഇൻസ്പെക്ടറോട് ഞാൻ ഇതുപോലെ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു. അപ്പോൾ സുധീഷ് പറയണേ, സാറിന് ഞാൻ തന്നത് കൊണ്ടല്ലേ സാർ അതുപോലെ പറഞ്ഞതെന്ന് പറയണേ. ഇത് കേട്ട നിധി ആകപ്പാടെ ഇങ്ങനെ കരഞ്ഞ് നിൽക്കുകയാണ്. ആ സമയത്ത് നിധി ചിന്തിക്കുന്നുണ്ട്, അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചും അവരുടെ കല്യാണം നടന്ന കാര്യം ഇങ്ങനെ ചിന്തിച്ച് കരയുകയാണ്. പിന്നീട് സുധീഷ് പോലീസുകാരനോട് പറയുന്നുണ്ട്, സാറേ ഞാൻ നിധിക്ക് വേണ്ടി വെള്ളം വാങ്ങാൻ വേണ്ടി വന്നതാണ്, ഇനി ഞാനത് പോയി വാങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് വെള്ളം വാങ്ങാൻ വേണ്ടി പോകുകയാണ്. നിധി അങ്ങനെ ആ പോലീസുകാരൻ്റെ അടുത്തോട്ടേക്ക് ചെല്ലുകയാണ്. ചെന്നതിന് ശേഷം നിധി പോലീസുകാരനോട് ചോദിക്കുന്നുണ്ട്, സാറ് സുധീഷിനെ അറിയാമെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് പോലീസുകാരൻ പറയും, പിന്നെ സുധീഷിനെ അറിയാതെ നിങ്ങളുടെ കല്യാണം അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടത്തിയത് ഞാനല്ലേ, നിങ്ങൾ സുധീഷിനെ ഞാൻ കണ്ടു, സുധീഷിനെ കണ്ട് സംസാരിച്ചപ്പോൾ സുധീഷ് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടി ഡിവോഴ്സ് വേണ്ടെന്ന് വെച്ചതാണെന്ന് പറയാണ്. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, അന്ന് കോടതിയിൽ വെച്ച് പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്താണ് സുധീഷ് നിങ്ങളോട് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് പോലീസുകാരൻ പറയും, അന്ന് അവൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞത് മോളെ വീട്ടുകാർ മോൾക്ക് ഇഷ്ടമില്ലാത്ത ഏതൊരു കല്യാണം നടത്തുകയാണ്, അപ്പോൾ നീയും സുധീഷും തമ്മിൽ ഇഷ്ടത്തിലാണ്, അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള കല്യാണം നടത്തി തരണമെന്ന് പറഞ്ഞു എന്ന് പറയാണ്. ഇത് കേട്ട നിധി ആകപ്പാടെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് നിധിയെയും സുധീഷിനെയും ജഡ്ജിൻ്റെ അടുത്തോട്ടേക്ക് വിളിച്ച് വക്കീൽ കൊണ്ടുപോകുക. ജഡ്ജി അവരോട് ചോദിക്കും, എന്ത് തീരുമാനത്തിലാണ് നിങ്ങൾ എത്തിയതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സുധീഷ് പറയും,
ഞങ്ങൾ ഡിവോഴ്സ് എന്ന് പറയുന്ന സമയത്ത് നിധി പറയും എനിക്ക് ഡിവോഴ്സ് വേണം എന്ന് പറയണം. ആ സമയത്ത് അവരുടെ വക്കീൽ ജഡ്ജിയോട് പറയും എനിക്ക് അവരോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിധിയെയും വിളിച്ച് അവിടെ നിന്നും പോകുകയാണ്. ആ സമയത്ത് വക്കീൽ നിധിയോട് ചോദിക്കും എന്ത് തീരുമാനം ഒന്ന് മാറ്റണോ എന്ന് ചോദിക്കണം. ആ സമയത്ത് നിധി പറയും എനിക്കൊരു തീരുമാനവും മാറ്റണ്ട മാഡം, എനിക്ക് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വാങ്ങിച്ച് തന്നാൽ മതി എന്ന് പറയാണ്. എങ്കിൽ വാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ജഡ്ജിയുടെ അടുത്തോട്ടേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ജഡ്ജിയോട് നിധി പറയുന്നുണ്ട് എനിക്ക് ഡിവോഴ്സ് വേണം മാഡം എന്ന് പറയാണ്. അപ്പോൾ ജഡ്ജി പറയും ഓക്കെ എന്ന് പറയാണ്. ഇത് കേട്ട സുധീഷ് ആകെ സങ്കടത്തിൽ നിൽക്കുകയാണ്. നിധി അങ്ങനെ കോടതിയിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. ആ സമയത്ത് നിധിയുടെ പിന്നാലെ സുധീഷും പോകുകയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.